ഹലോ മക്കളെ, അപ്പൊ കീം എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾക്കുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യം പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ ഇത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ഈ എക്സാം എങ്ങനെയായിരിക്കും, ഏത് രീതിയിലായിരിക്കും, ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും. അപ്പൊ ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പൊ ഈ വീഡിയോ അവസാനം വരെ കാണാൻ നിങ്ങളുടെ കീം എഴുതുന്ന എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് അറിയേണ്ട കാര്യം, നിങ്ങൾ നമ്മുടെ എക്സാം സെന്ററിലേക്ക് ഒരു 2 മണിക്കൂർ മുമ്പ് നിങ്ങൾ എത്തണം. അപ്പൊ നിങ്ങളുടെ റിപ്പോർട്ടിംഗ് ടൈം എന്ന് പറയുന്നത് 2 മണിക്കൂർ മുമ്പ് നിങ്ങൾ എത്തുക. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ വെരിഫിക്കേഷൻ പ്രോസസ് ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ഒക്കെ നിങ്ങൾ ചെന്ന് കഴിയുമ്പോൾ ഡോക്യുമെന്റ്സ് ഒക്കെ വെരിഫൈ ചെയ്യണം. അതേപോലെ നിങ്ങളുടെ തമ്പ്, ഫേസ് ഐ ഡി കാര്യങ്ങളെല്ലാം അവിടെ രേഖപ്പെടുത്തും. അപ്പൊ ഈ ഡോക്യുമെന്റ്സ് ഒക്കെ വെരിഫൈ ചെയ്തതിനു ശേഷം മാത്രമാണ് നിങ്ങളെ നമ്മുടെ സീറ്റിലേക്ക് നിങ്ങളെ പ്രവേശിപ്പിക്കുകയുള്ളൂ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ, നിങ്ങൾ കൊണ്ടുപോകണ്ടേ, നിങ്ങൾ എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അഡ്മിറ്റ് കാർഡ് കൊണ്ടുപോകണം. മസ്റ്റായിട്ട് മറക്കരുത്, അഡ്മിറ്റ് കാർഡ് എടുത്തു വെക്കാൻ ഓർക്കുക. അതേപോലെ വാലിഡ് ആയിട്ടുള്ള ഒരു ID പ്രൂഫ്, പിന്നെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ബോൾ പെൻ, അത് ബ്ലൂ ഓർ ബ്ലാക്ക് ട്രാൻസ്പെറന്റ് ആണെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. മറ്റ് വേറെ ഒരു കാര്യങ്ങളും നിങ്ങൾ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇപ്പൊ എക്സാമിന് വേണ്ടിയിട്ടുള്ള റഫ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പേപ്പറൊക്കെ നിങ്ങൾക്ക് ഹാളിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് കൊണ്ടുപോകേണ്ട കാര്യം എന്ന് പറയുന്നത്, പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ രജിസ്ട്രേഷന്റെ സമയത്ത് നിങ്ങൾ സിഗ്നേച്ചർ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതേ സിഗ്നേച്ചർ തന്നെ വേണം നിങ്ങൾ എക്സാം ഹാളിലേക്ക് കയറുന്നതിന് മുമ്പ്, നിങ്ങൾ ആ ഒരു സമയത്ത് വെരിഫൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇതിന്റെ സിഗ്നേച്ചറും സെയിം ആയിരിക്കും എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തണം. പിന്നെ അതേപോലെ നിങ്ങൾക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു സീറ്റ് നമ്പർ അലോട്ട് ചെയ്യും. അപ്പൊ നിങ്ങളുടെ മോണിറ്ററിന്റെ മുകളിലും അതേ സീറ്റ് നമ്പർ ഉണ്ടാവും. അപ്പൊ അതേ നമ്പർ തന്നെയാണെന്നുള്ള കാര്യം നിങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. അപ്പം പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ആ മോണിറ്ററിന്റെ മുകളിൽ നിങ്ങളുടെ ഒരു ഫോട്ടോ ID, നിങ്ങളുടെ റോൾ നമ്പർ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അതേ കാര്യം, അത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആ സീറ്റ് നമ്പറിലുള്ള മോണിറ്ററിൽ നിങ്ങളുടെ ഫോട്ടോ അല്ലെങ്കിൽ അപ്പോൾ തന്നെ ആ വിവരം ഇൻവിജിലേറ്ററിനെ അറിയിക്കുക. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സിസ്റ്റം മാറ്റി തരും. അതേപോലെ വേറെ എന്തെങ്കിലും ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ്, നിങ്ങൾക്ക് മൗസ് വർക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ സിസ്റ്റത്തിന് എന്തെങ്കിലും ഒരു എറർ സംഭവിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ അടുത്തുള്ളവരോടൊന്നും സംസാരിക്കാതെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുക, ഇൻവിജിലേറ്ററിനെ അപ്പോൾ തന്നെ വിവരം അന്വേഷിക്കുക. അപ്പൊ നിങ്ങൾക്ക് അവിടെ നഷ്ടമാവുന്ന സമയം അവരത് അനുവദിച്ചു തരും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിനെ ഒന്നും അത് എഫക്ട് ചെയ്യില്ല. നിങ്ങൾക്ക് വേറെ ഒരു സിസ്റ്റം അലോട്ട് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ ആ കാര്യത്തിലൊന്നും ഒരു ടെൻഷനും വേണ്ട. പിന്നെ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് അവിടുത്തെ കീബോർഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് വിർച്വൽ കീബോർഡ് ആയിരിക്കും യൂസ് ചെയ്യുക. അപ്പൊ വിർച്വൽ കീബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൗസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ മോണിറ്ററിൽ ഡിസ്പ്ലേ ആയിട്ടുള്ള കീബോർഡിൽ നിങ്ങൾക്ക് ലെറ്റേഴ്സ് അല്ലെങ്കിൽ നമ്പേഴ്സ് ഒക്കെ നിങ്ങൾക്ക് അവിടുന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വിർച്വൽ കീബോർഡ് ആയിരിക്കും നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരാം. പിന്നെ നിങ്ങൾ റോൾ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു സീക്രട്ട് കോഡ് വരും, ലൈക്ക് ക്യാപ്ച മോഡൽ പോലെ തന്നെ ഒരു സീക്രട്ട് കോഡ് വരും. അത് നിങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ സ്ക്രീൻ, നമ്മുടെ മോണിറ്റർ എങ്ങോട്ടായിരിക്കും പോവുക, നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞ പേജിലേക്കായിരിക്കും പോവുക. അപ്പൊ ഇൻസ്ട്രക്ഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ആ ഇൻസ്ട്രക്ഷൻസ് ശ്രദ്ധയോടെ വായിക്കുക. നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ ഇൻസ്ട്രക്ഷൻസ് ആ ഒരു പേജിൽ കൊടുത്തിട്ടുണ്ടാവും. ആ ഇൻസ്ട്രക്ഷൻസ് വായിച്ചതിന് ശേഷം അടുത്തതായിട്ട് നമുക്കൊരു 15 മിനിറ്റ്സിന്റെ മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. അപ്പൊ ആ മോക്ക് ടെസ്റ്റ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ ഒരു എക്സാം ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്നവരായതുകൊണ്ട് എങ്ങനെയായിരിക്കും ഈ എക്സാം എന്നുള്ള ആ ഒരു പാറ്റേൺ, ആ രീതിയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റ്സ് മോക്ക് ടെസ്റ്റ് ഉണ്ടാകും. ആ 15 മിനിറ്റ്സിന്റെ ടൈം ഉണ്ടാവും. ആ ടൈമർ 15 മിനിറ്റ്സ് എൻഡ് ചെയ്തതിന് ശേഷം നേരെ ഡയറക്റ്റ് നമ്മുടെ മെയിൻ എക്സാമിലേക്കായിരിക്കും ആ പേജ് പോകുക. ഓക്കെ, അപ്പൊ നമ്മുടെ മോക്ക് ടെസ്റ്റിന് ശേഷം നേരെ എക്സാം സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നിങ്ങൾ എക്സാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കുള്ള ആ ഒരു ടൈം, നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള സമയം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും. അപ്പൊ ടൈമർ ഇങ്ങനെ കുറഞ്ഞു അപ്പൊ നിങ്ങൾക്ക് ഇനി എത്ര സമയം അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ കാണുക. ഓക്കെ, അപ്പൊ കറക്റ്റ് ആയിട്ട് പ്ലാനിങ്ങോട് കൂടി വേണം നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ. അപ്പോൾ ലിമിറ്റഡ് ടൈമിന്റെ ഉള്ളിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് 150 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സോൾവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റഫ് വർക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇൻവിജിലേറ്റർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ആ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ നമ്പറും സൈനും അവിടെ രേഖപ്പെടുത്താനുള്ള കാര്യം ഓർക്കുക. പിന്നെ എക്സാം ഹാൾ വിട്ട് പോകുന്നതിന് മുമ്പ് ആ പേപ്പർ ഇൻവിജിലേറ്ററിനെ തിരിച്ച് ഏൽപ്പിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ എക്സാമിന്റെ ടൈം 3 മണിക്കൂറാണ്. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഇൻ കേസ് അതിന് മുമ്പ് നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞു, എന്നാലും എക്സാം ഹാൾ വിട്ട് നിങ്ങൾക്ക് പുറത്തു പോകാൻ അനുവാദം ഇല്ല. അപ്പൊ നിങ്ങൾ ഇൻവിജിലേറ്ററിന്റെ കറക്റ്റ് ഇൻസ്ട്രക്ഷൻസ് എക്സാം എഴുതി കഴിഞ്ഞാലും നിങ്ങളുടെ ആ ഒരു ടൈം, നമ്മുടെ എക്സാമിന്റെ ടൈം എൻഡ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഒരു ടൈമറിന്റെ കാര്യം അവിടെ ഡിസ്പ്ലേ ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ, ആ ടൈം ഇങ്ങനെ കുറഞ്ഞ് അത് താനെ എൻഡ് ആവും എക്സാം. അപ്പൊ പിന്നീട് നിങ്ങൾക്ക് ഇനി എക്സാം വേറൊരു ഓപ്ഷൻ എൻ്റർ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പൊ എക്സാം എൻഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഇൻവിജിലേറ്ററിന്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം നിങ്ങൾക്ക് പുറത്തേക്ക് പോകുക. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എക്സാമിന് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് 5 ഓപ്ഷൻ ആണ്. അവിടെ ഒരു നാവിഗേഷൻ പാനൽ സൈഡിൽ ഉണ്ടാവും. അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും വെച്ച് കഴിഞ്ഞാൽ, സേവ് ആൻഡ് എക്സിറ്റ്, അതേപോലെ സേവ് ആൻഡ് പ്രീവിയസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, ക്ലിയർ റെസ്പോൺസ്, അതേപോലെ മാർക്ക് ഫോർ റിവ്യൂ, ഈ ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ഇതില് സേവ് ആൻഡ് എക്സിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ഓപ്ഷനിലേക്ക് ഇങ്ങനെ പോകാം. ഇനി ഇപ്പോൾ പ്രീവിയസ് ആയിട്ട് മുമ്പ് ചെയ്തൊരു ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അതിലേക്ക് പോയിട്ട് ഒന്നും കൂടി ഒന്ന് അറ്റൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് പഴയ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് സേവ് ആൻഡ് പ്രീവിയസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. ഇനി അടുത്തത് ക്ലിയർ റെസ്പോൺസ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എഴുതി, അത് നിങ്ങൾക്ക് തെറ്റിപ്പോയി എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എൻ്റർ ചെയ്തിട്ടുള്ള ആ റെസ്പോൺസ് ക്ലിയർ ചെയ്തിട്ട് ഒന്നുകൂടി നമുക്ക് പുതിയ ആൻസർ, കറക്റ്റ് ആൻസർ അവിടെ കൊടുക്കാവുന്നതാണ്. അടുത്തത് മാർക്ക് ഫോർ റിവ്യൂ ഓപ്ഷൻ.
ഇപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്കത് റെസ്പോൺസ് കൊടുത്തു പോകാൻ പറ്റും. ഇപ്പൊ മീഡിയം ലെവൽ അല്ലെങ്കിൽ ഹാർഡ് ലെവൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ആലോചിക്കേണ്ടതായിട്ട് വരും. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാർക്ക് ഫോർ റിവ്യൂ ഓപ്ഷൻ കൊടുത്തിട്ട് കുറച്ച് സമയത്തിന് ശേഷം തിരിച്ചു വന്നിട്ട് ആ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പൊ മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്രയും കാര്യങ്ങളാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പൊ അടുത്തിരിക്കുന്ന ആളുകളോടൊന്നും സംസാരിക്കരുത്. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ ഇൻവിജിലേറ്ററിനെ ഒന്ന് ജസ്റ്റ് ഹാൻഡ് റൈസ് ചെയ്യുക, ഇൻവിജിലേറ്ററായിട്ട് സംസാരിക്കുക. അപ്പൊ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. അപ്പോൾ എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യങ്ങളുടെ കാര്യമൊക്കെ, അതായത് അഡ്മിറ്റ് കാർഡ്, ബോൾ പെൻ, പിന്നെ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്, യെസ്, ID പ്രൂഫ്, ഈ 3 കാര്യങ്ങളല്ലാതെ വേറൊന്നും നിങ്ങൾ കൊണ്ടുപോകരുത്. പിന്നെ അപ്പൊ ഇത്ര കാര്യങ്ങളൊക്കെ തന്നെ പറയാനുള്ളൂ. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് എക്സാം എഴുതാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹാർഡ് ക്വസ്റ്റ്യൻസ്, നമുക്കൊരു 20 to 25 ക്വസ്റ്റ്യൻസ് കുറച്ച് ഹാർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ ഹാർഡ് ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് നോക്കി നോക്കുക. അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം, അതായത് നിങ്ങൾക്ക് ആൻസർ കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം അതിലേക്ക് നിന്നാൽ മതി. നെഗറ്റീവ് മാർക്സിലേക്കുള്ള വഴി തുറക്കരുത്. ബിക്കോസ് നമുക്ക് ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം അത്ര കോമ്പറ്റീഷൻ വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് മാർക്സും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ടാണ്. കാരണം നിങ്ങളുടെ ഒരു റാങ്ക് താഴെ പോകാൻ ഈ നെഗറ്റീവ് മാർക്ക് കൊണ്ട് കാരണമാകും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഒരു ഉത്തരം അറിയില്ലെങ്കിൽ അത് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യണ്ട. അപ്പൊ നിങ്ങൾക്ക് അത്രയും ഉറപ്പുണ്ട്, കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം ആ ഒരു ആൻസർ കറക്റ്റ് നിങ്ങൾ മാർക്ക് ചെയ്താൽ മതി. അപ്പൊ ഒരു ശരി ഉത്തരത്തിന് 4 മാർക്കും, നിങ്ങൾക്ക് ഒരു ഉത്തരം തെറ്റിക്കഴിഞ്ഞാൽ 1 മാർക്ക് അവിടെ ഡിഡക്റ്റ് ആവുകയാണ്. അപ്പൊ നിങ്ങൾ മാക്സിമം നെഗറ്റീവ് മാർക്സ് വരുത്താതെ മാക്സിമം നോക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് അടിപൊളിയായിട്ട് എക്സാം എഴുതുക. ഒരു ടെൻഷനും വേണ്ട, വളരെ കൂളായിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.